നോയ്സിന്റെ ഒരു കിഡിലൻ സ്മാർട്ട് വാച്ച് വന്നിട്ടുണ്ട്. മെറ്റൽ സ്ട്രാപ്പോട് കൂടിയാണ് വന്നിട്ടുള്ളത്. കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. വാച്ചിന്റെ പേര് Mettalix എന്നാണ്. അപ്പോൾ ഈ ഒരു വാച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്ലൂടൂത്ത് വേരിയന്റ് 5.3 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബോക്സർ അല്പം വലുതാണ്. സാധാരണ ഇത്ര വലുപ്പത്തിൽ ഈ ഒരു ബോക്സ് ഉണ്ടാവാറില്ല. അപ്പോൾ ഈ ഒരു വാച്ചിന്റെ സ്ട്രാപ്പ് ഒന്നും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല. കുറച്ച് ലൂസ് ആയിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കിഡിലൻ സ്മാർട്ട് വാച്ച് ആണ്. ഓഫർ പ്രൈസിൽ ആസ് യൂഷ്വൽ അവർ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. കാരണം ഇൻട്രോഡക്ടറി ഓഫർ ആണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ബോക്സിന് മുകളിലായിട്ട് നമുക്ക് മെറ്റൽ സ്ട്രാപ്പ് എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും മുകളിൽ നോയ്സിന്റെ ബ്രാൻഡിംഗ് ഉണ്ട് ഒരു സിൽവർ കളറിൽ. പിന്നെ 1.4 ഇഞ്ചസിന്റെ HD ഡിസ്പ്ലേ ആണ് നമുക്ക് കിട്ടുന്നത്. ഫംഗ്ഷണൽ ക്രൗണോട് കൂടിയാണ് ഈ ഒരു വാച്ച് വരുന്നത്. താഴെ NoiseFit Mettalix എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. എലൈറ്റ് എഡിഷൻ എന്ന് സ്പെഷ്യലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. വാച്ചിന്റെ ഒരു കിഡിലൻ ഇമേജും കൊടുത്തിട്ടുണ്ട്. വശങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് ബ്ലൂടൂത്ത് കോളിംഗ് എനേബിൾഡ് ആണ്. അതുപോലെ തന്നെ 550 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് കൊടുത്തിട്ടുണ്ട്. ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് അങ്ങനെ കുറച്ച് സ്പെക് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിറകിൽ നമുക്ക് നോയ്സിന്റെ ബ്രാൻഡിങ്ങിനെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽ ഉണ്ട്. എലൈറ്റ് ബ്ലാക്ക് എന്ന കളറാണ് ഇത് നമ്മുടെ പക്കലുള്ളത്. 3ഓളം കളേഴ്സിൽ വാങ്ങിക്കാനായിട്ട് പറ്റും. എലൈറ്റ് നിക്കിൾ അതുപോലെ എലൈറ്റ് സിൽവർ എന്ന് പറഞ്ഞ് മറ്റ് 2 കളേഴ്സും അവൈലബിൾ ആണ്. താഴ്ഭാഗത്തേക്ക് വരുമ്പോൾ കുറെ ഡീറ്റെയിൽ ഉണ്ട്. ബോക്സിൽ നമുക്ക് കാര്യമായിട്ട് കിട്ടുന്ന ഡീറ്റെയിൽ കൂടെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 7,999 ആണ് ആക്ച്വൽ MRP. പക്ഷേ ഇപ്പം നിങ്ങൾക്ക് ഇത് 2,499 കിട്ടും. മേ ബി ആഫ്റ്റർ ഫ്യൂ ഡേയ്സ് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ പ്രൈസ് സ്ലൈറ്റ്ലി ഹൈ ആയിരിക്കും. അപ്പോൾ ഓഫർ പ്രൈസിൽ തന്നെ ഇത് ഗ്രാബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വാച്ച് സ്വന്തമാക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ തന്നിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ ലിങ്ക് ട്രീയിൽ ഒരു ആമസോൺ സ്റ്റോർ കാണാനായിട്ട് പറ്റും. അവിടെയും ഇതിന്റെ ഡീറ്റെയിൽ അവൈലബിൾ ആണ്. ആമസോണിൽ നിന്നും നോയ്സ് സ്റ്റോറിൽ നിന്നും നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. അല്ലെങ്കിൽ താഴെ തന്ന ലിങ്ക് വഴി പർച്ചേസ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ വന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു വാച്ചിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ വിത്തിൻ 1 മിനിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു റീൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് താഴെ വന്ന് ജസ്റ്റ് ലിങ്ക് എന്ന് കമന്റ് ചെയ്താലും നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽ കിട്ടുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു മെറ്റാലിക്സിന്റെ അപ്ഡേറ്റ് നിങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വളരെ ക്വിക്കായിട്ട് കാണാം. അപ്പോൾ നമുക്ക് ക്വിക്കായിട്ട് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബോക്സിൽ ആദ്യം തന്നെ നമുക്ക് കിട്ടുന്നത് കുറച്ച് പേപ്പർ വർക്ക്സ് ആണ്. യൂസർ മാനുവൽ, കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട്. അതുപോലെ വാറണ്ടി രജിസ്റ്റർ ചെയ്യാനുള്ള ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഇത്തരത്തിലൊരു മാഗ്നറ്റിക് ചാർജിംഗ് കേബിൾ കിട്ടുന്നുണ്ട്. 7 ഡേയ്സ് വരെ നമുക്ക് ബാറ്ററി ലൈഫ് തരുന്ന ഒരു വാച്ചാണിത്. മാത്രമല്ല 300 mAh ബാറ്ററിയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കൊരു ടൂൾ തന്നിട്ടുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചാൽ വാച്ചിന്റെ സ്ട്രാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനാണ് കേട്ടോ. കാരണം ഇത് മെറ്റൽ സ്ട്രാപ്പ് ആയതുകൊണ്ട് ചിലർക്കെല്ലാം ഇത് കുറച്ച് വലുപ്പം കൂടാനുള്ള സാധ്യതയുണ്ട്. എനിക്കിപ്പോൾ ഇത് ലൂസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്ട്രാപ്പ് റിമൂവ് ചെയ്തുകൊണ്ട് നമുക്ക് സെൽഫായിട്ട് തന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനുള്ള ഒരു ടൂളാണ്. അതായത് നിങ്ങൾ വാച്ച് വാങ്ങിച്ച ശേഷം ഷോപ്പിലൊന്നും കൊണ്ടു ചെല്ലേണ്ട കാര്യമില്ല. ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇതിന് ഇത്തരത്തിൽ തിരിച്ചുകൊണ്ട് ഇത് റിമൂവ് ചെയ്ത് നിങ്ങളുടെ സൈസ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അത്തരത്തിലൊരു ടൂളും വാച്ചിന്റെ ബോക്സിൽ തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്നത് മെയിൻ യൂണിറ്റ് ആണ്. വാച്ച് ആദ്യം തന്നെ കയ്യിലെടുത്തപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം മെറ്റൽ സ്ട്രാപ്പിൽ എനിക്ക് ബ്ലാക്ക് വളരെ ഇഷ്ടമാണ്. മാത്രമല്ല നല്ല ബിൽഡ് ക്വാളിറ്റിയിലാണ് ഈ ഒരു വാച്ച് വന്നിട്ടുള്ളത്. വലിയ സൈസുള്ള ഒരു ഡിസ്പ്ലേ അല്ല. 1.4 ഇഞ്ച് മാത്രമേ ഇതിന്റെ സൈസ് ഉള്ളൂ. ദാറ്റ് ഈസ് ഓൾസോ വെരി നൈസ് തിങ്. പിന്നെ നമുക്ക് ഇതിൽ HD ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. മാത്രമല്ല നല്ല ക്വാളിറ്റിയിലാണ് ഈ ഒരു വാച്ച് വന്നിട്ടുള്ളത്. ഓവറോൾ ഒരു ഫംഗ്ഷണൽ ക്രൗൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സ്പോർട്സ് മോഡിനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ബട്ടൺ വന്നിട്ടുണ്ട്. പിന്നെ ഡിസ്പ്ലേ പറ്റി പറയുമ്പോൾ 550 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് നൽകുന്നുണ്ട്. സോ നമ്മൾ ഡേ ലൈറ്റ് കണ്ടീഷനിലൊക്കെ പോകുന്ന സമയത്ത് നല്ലപോലെ തന്നെ കാണാനായിട്ട് പറ്റും. പിന്നെ ഡിസ്പ്ലേ നല്ല HD ക്ലാരിറ്റിയിലാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. നമുക്ക് ഇതിന്റെ സ്ട്രാപ്പിനെ പറ്റി പറയുമ്പോൾ നല്ല ക്വാളിറ്റിയിലാണ് ഇതും വന്നിട്ടുള്ളത്. സ്റ്റെയിൻലെസ് സ്റ്റീലിനാണ് ഇതിന്റെ ഫിനിഷിംഗ് വന്നിട്ടുള്ളത്. സ്ട്രാപ്പിനോട് ചുറ്റും നമുക്ക് ഇത്തരത്തിലൊരു കവറൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഓവറോൾ ഇതിന്റെ അപ്പിയറൻസിനെ പറ്റി പറയുമ്പോൾ നല്ല ക്വാളിറ്റി ഫീൽ തന്നെ നൽകുന്നുണ്ട്. ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള സ്മാർട്ട് വാച്ച് തന്നെയാണ്. വാച്ച് പവർ ഓൺ ചെയ്യുമ്പോൾ തന്നെ ആദ്യം വരുന്നത് ഈ ഒരു QR കോഡ് ആണ്. നിങ്ങളുടെ ഫോണിലെ ക്യാമറ ആപ്പ് ഉപയോഗിച്ച് ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. NoiseFit ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് എന്ന ആപ്പാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ച് പെർമിഷൻസ് ഒക്കെ ചോദിക്കും. അതെല്ലാം കൊടുക്കുക. അതിനുശേഷം നമ്മുടെ വാച്ച് ഇപ്പോൾ ഇവിടെ ഫൈൻഡ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇത് സ്കാൻ ചെയ്തുകൊണ്ടും പെയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇത്തരത്തിൽ സ്കാൻ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. സ്കാൻ ചെയ്യേണ്ട കാര്യമില്ല. ബ്ലൂടൂത്ത് ഓൺ ചെയ്യുന്നതോട് കൂടി തന്നെ നമ്മുടെ ഡിവൈസ് ഇവിടെ ഫൈൻഡ് ആകുന്നുണ്ട്. ബ്ലൂടൂത്ത് കോളിംഗ് എനേബിൾ ചെയ്യുന്നതിന് കുറച്ച് പെർമിഷൻ ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക. പെയറിംഗ് ഒക്കെ എനേബിൾ ചെയ്യുക. ആപ്പിന്റെ ഫസ്റ്റ് ഇന്റർഫേസ് ഇതാണ്. ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാം. ഹെൽത്ത് ഓവർവ്യൂ ഉണ്ട്. ഡിസ്റ്റൻസ് കവർ ചെയ്ത് കാണാം. കലോറീസ് ബേൺ ചെയ്ത് കാണാനായിട്ട് പറ്റും. സ്റ്റെപ്പ് സ്ട്രീക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ കുറേ ചലഞ്ചസ് എന്ന് പറഞ്ഞ മറ്റൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇതൊക്കെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഒട്ടനവധി വാച്ച് ഫേസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. നമുക്ക് ക്രിയേറ്റ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വാച്ച് ഫേസസ് വേണമെങ്കിൽ ഇതിൽ ക്രിയേറ്റ് ചെയ്യാനും പറ്റും. വാച്ചിന്റെ ഓവറോൾ അപ്പിയറൻസിനെ പറ്റി പറയുമ്പോൾ 1.4 ഇഞ്ചസിന്റെ ഒരു HD ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഈ ഒരു ഫംഗ്ഷണൽ ക്രൗൺ ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ ടിൽറ്റ് ചെയ്യുന്ന സമയത്ത് വാച്ച് ഫേസ് ഇങ്ങനെ ചേഞ്ച് ആകുന്നത് കാണാനായിട്ട് പറ്റും. ഇവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു സ്പോർട്സ് മോഡിന്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സ്പോർട്സ് മോഡിലേക്ക് വരാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല ഒരു സൈസുള്ള വാച്ചാണ്. ചില വാച്ചുകളൊക്കെ നല്ല ബൾക്കി ആയിട്ട് വരാറുണ്ട്. നമ്മൾ കയ്യിൽ കെട്ടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നമ്മുടെ കയ്യിലേക്ക് ഒതുങ്ങുന്ന ഒരു കൈൻഡ് ഓഫ് ഡിസൈൻ ആണ്. എൻ്റെ അത്യാവശ്യം ഒരു വലിയ തടിയില്ലാത്തൊരു കൈയാണ്. എന്നിരുന്നാലും ഈ ഒരു വാച്ച് ഒരു ഓവർ സൈസ് ആയിട്ട് ഇതിൽ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നില്ല. പിന്നെ
ഈ ഒരു സ്ട്രാപ്പ് ലൂസാണ് കേട്ടോ, ഞാനത് റീസൈസ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് റീസൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഡേ ലൈറ്റ് കണ്ടീഷനിലും നല്ല ഒരു ക്ലാരിറ്റി തരുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു വാച്ചിൽ വന്നിട്ടുള്ളത്. മാത്രമല്ല പ്രൈസ് റേഞ്ച് ജസ്റ്റ് 2499 മാത്രമേ ഇപ്പം നിലവിലുള്ളൂ. പിന്നെ ഈ ഒരു സ്ട്രാപ്പിനെ പറ്റി പറയുമ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ഈ ഒരു സ്ട്രാപ്പ് വന്നിട്ടുള്ളത്. നല്ല ഫിനിഷോട് കൂടിയാണ് ഈ ഒരു സ്ട്രാപ്പ് കൊടുത്തിട്ടുള്ളത്. 3 കളേഴ്സിൽ ഇത് വാങ്ങിക്കാനായിട്ട് പറ്റും. ബാക്കിയുള്ള 2 കളേഴ്സ് ഒരു നിക്കൽ കളർ ഉണ്ട്, അതുപോലെ തന്നെ സിൽവർ കളറിൽ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. കളർ എന്ന് പറയുന്നത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്, അതിനനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. നല്ല ബിൽഡ് ക്വാളിറ്റിയിലാണ് ഈ ഒരു വാച്ച് വന്നിട്ടുള്ളത്. ഓവറോൾ ഇതിന്റെ അപ്പിയറൻസും അതുപോലെ തന്നെ ഇതിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയും എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. മുകളിൽ നിന്ന് താഴോട്ട് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻസ് ആണ് ഇതിൽ കാണാനായിട്ട് പറ്റുക. അപ്പോൾ ഞാൻ കണക്ട് ചെയ്തോളൂ, അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല. നമ്മുടെ ഫോണിൽ വരുന്ന എല്ലാ നോട്ടിഫിക്കേഷനും നമുക്ക് ഇതിൽ കാണാനായിട്ട് പറ്റും. റൈറ്റ് സൈഡിലോട്ടാണ് ഇത്തരത്തിൽ സ്വൈപ്പ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. ആക്ടിവിറ്റി മോഡ്സ് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ സ്ട്രെസ് മോണിറ്റർ ഉണ്ട്, പിന്നെ സ്ലീപ്പ് മോണിറ്റർ ഉണ്ട്, ബ്ലഡ് ഓക്സിജൻ കൗണ്ട് കാണാം, ഹാർട്ട് റേറ്റ് മോണിറ്റർ, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ആണ്. ഇനി നമ്മൾ ഇത്തരത്തിൽ ലെഫ്റ്റിലോട്ടാണ് സ്വൈപ്പ് ചെയ്യുന്നതെങ്കിലും അതേ സെയിം ഓപ്ഷൻ തന്നെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇനി താഴെ നിന്ന് മുകളിലോട്ട് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ മെനു ഓപ്ഷൻസ് കാണാനായിട്ട് പറ്റും. ഇതിൽ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ സൈലന്റ് മോഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ സെറ്റിംഗ്സ് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ബാറ്ററി സേവർ അവൈലബിൾ ആണ്. നമുക്ക് ഈ ഒരു സെറ്റിംഗ്സ് ഒന്ന് ക്വിക്കായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൽ നമുക്ക് കുറേ അഡീഷണൽ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ബ്രൈറ്റ്നസ് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ബ്രൈറ്റ്നസ്സിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്കിതാ ഇത് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും, അതുപോലെ തന്നെ ഡിക്രീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പോൾ മാക്സിമം ബ്രൈറ്റ്നസ്സിലാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. റിംഗ് ടോൺ വൈബ്രേഷൻ നമുക്കിവിടെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. 2 ഓപ്ഷൻസ് കാണാം, നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. സൈലന്റ് മോഡിലേക്കൊക്കെ മാറ്റാം. റിസ്റ്റ് അവൈക്ക് ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇത് നമുക്ക് ഡ്യൂറേഷൻ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ 24/7 ആക്ടിവേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ടേൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. ബ്രൈറ്റ്നസ് ഞാനിപ്പോൾ ഓൾവേസ് ആക്കി വെക്കാൻ കാരണം ഇപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ്. അത് നമുക്ക് ഇഷ്ടാനുസരണം മാറ്റാനായിട്ട് പറ്റും. DND മോഡ് അവൈലബിൾ ആണ്. മെനു വ്യൂ മാറ്റാനായിട്ട് പറ്റും, അതുപോലെ ഓട്ടോ സ്പോർട്സ് ഡിറ്റക്ഷൻ മെനു ഇതിൽ അവൈലബിൾ ആണ്. അബൌട്ട് കോൾസ് ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഡിവൈസ് ഇൻഫോ ഉണ്ട്, QR കോഡ് ഉണ്ട്, റീബൂട്ട് ചെയ്യാനായിട്ട് പറ്റും, പവർ ഓഫ് ചെയ്യാനായിട്ട് പറ്റും, റീസെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയും ഓപ്ഷൻസ് ആണ് നമുക്ക് ഈ ഒരു സെറ്റിംഗ്സിൽ കിട്ടുന്നത്. പിന്നെ ഈ ഒരു ഐക്കണിൽ ടാപ്പ് ചെയ്യുന്നതോടുകൂടി നമുക്ക് പവർ സേവിംഗ് മോഡ് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. ബ്ലൂടൂത്ത് ഡിസ്കണക്ട് ചെയ്യാനുള്ള ഒരു വിൻഡോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അതുപോലെ തന്നെ ഇതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് സൈലന്റ് മോഡ് നമുക്ക് എനേബിൾ ചെയ്യാനായിട്ട് പറ്റും. പെട്ടെന്ന് നമുക്ക് ഏതെങ്കിലും ഒരു ഇങ്ങനെയൊക്കെ എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സൈലന്റ് മോഡ് ഇങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ട് എനേബിൾ ചെയ്യാനായിട്ട് പറ്റും. ബ്രൈറ്റ്നസ് ഈ ഒരു ഐക്കണിൽ ടാപ്പ് ചെയ്തുകൊണ്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഐക്കണിൽ വരുന്നത്. ഇനി നമ്മൾ ഈ ഒരു വാച്ചിലോട് ഒരു കോൾ ചെയ്യാൻ പോവുകയാണ്. കോളിംഗ് ഫീച്ചർ പല ആളുകൾക്കും കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. നിങ്ങൾ ബ്ലൂടൂത്തുമായി ഇത് കണക്ട് ചെയ്യണം. കോളിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലൂടൂത്തിൽ ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, അതാണ് കണക്ട് ചെയ്യേണ്ടത്. അത് ബ്ലൂടൂത്തുമായി പെയർ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കോൾ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ കോൾ ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ഫംഗ്ഷണൽ ക്രൗൺ ബട്ടണിൽ ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്യുക. ഇതോടുകൂടി ഇങ്ങനെ ഒരു മെനു വരും. ഇവിടെ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഇങ്ങനെ കാണാനായിട്ട് പറ്റും. ഇതിൽ നോയ്സ് ബസ് എന്ന് പറഞ്ഞ ഒരു ഐക്കൺ ഉണ്ട്, അതിലൊന്ന് ടാപ്പ് ചെയ്യുക. ഇതോടുകൂടി നിങ്ങൾക്ക് ഈ ഒരു കോൾ ചെയ്യാനുള്ള ഐക്കണിലേക്ക് എത്താനായിട്ട് പറ്റും. ഹലോ, റഷീദാണ്. നിങ്ങൾ വേറെ കോളിലാ? ഓക്കെ. എവിടെ ഉള്ളത്? അപ്പൊ നല്ല ക്ലാരിറ്റിയിൽ തന്നെ നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റി. ജിയോ നെറ്റ്വർക്കിലാണ് നമ്മളിപ്പോൾ കോൾ ചെയ്തിരുന്നത്. അപ്പോൾ നെറ്റ്വർക്ക് ഓക്കെയാണ്, അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വാച്ച് വഴി നല്ലപോലെ സംസാരിക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഒരു ക്വൈറ്റ് ആയിട്ടുള്ള ഏരിയയിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ വലിയ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. പക്ഷേ നിങ്ങൾ നല്ലപോലെ ക്രൗഡ് ആയിട്ടുള്ള ഒരു ബസ് സ്റ്റാൻഡിലൊക്കെ പോയിട്ട് ഈ ഒരു വാച്ച് വഴി കോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ യു ഹാവ് ടു സീ ദാറ്റ്. നോയ്സിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഈ ഒരു മെറ്റാലിക് സ്മാർട്ട് വാച്ചുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു കിഡിലൻ സ്മാർട്ട് വാച്ച് വാങ്ങിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ദാറ്റ് ടു ഇൻ എ ഓഫർ പ്രൈസ്, നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് താഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ ഇപ്പോൾ ഇത് 2499 ഗ്രാബ് ചെയ്യാവുന്നതാണ്. ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക. നമ്മുടെ വാട്സ്ആപ്പ് ചാനൽസ് എല്ലാം ലോഞ്ച് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ താഴെ കമന്റ് ബോക്സിലുണ്ട്. തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകൾ ആ ഒരു ചാനൽ വഴി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ടോട്ടലി 5 ചാനൽസ് ഉണ്ട്. സോ നിങ്ങൾ എല്ലാ ചാനലിലും ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ലൊരു അപ്ഡേറ്റുമായി നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. ഈ ഒരു വാച്ചൊന്നും ഞാൻ എടുക്കില്ല കേട്ടോ. ഇതെല്ലാം ഞാൻ ഓഫർ പ്രൈസിൽ നമ്മുടെ ആളുകൾക്ക് കൊടുക്കാറുണ്ട്, സബ്സ്ക്രൈബേഴ്സിന്. അതെല്ലാം ഞാൻ കൊടുക്കാറുള്ളത് നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെയാണ്. വാട്സപ്പ് ചാനൽ വഴി ഇതിൻ്റെ എല്ലാം അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഏകദേശം ഒരു 50% ഡിസ്കൗണ്ടിലാണ് ഞാൻ ഇതെല്ലാം കൊടുക്കാറുള്ളത്. അതായത് ഇപ്പോൾ ഇത് 2499 ആണെങ്കിൽ അതിൻ്റെ 50% ഓഫിലാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഡീലുകളൊക്കെ ഞാൻ കൊടുക്കാറുള്ളത് വാട്സപ്പ് ചാനൽസ് വഴിയാണ്. ചാനൽസിൻ്റെ ലിങ്ക് എല്ലാം താഴെ തന്നിട്ടുണ്ട്. സോ consider joining.